പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ജൂൺ 3-ാം തീയതി ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, പ്രാർത്ഥന എത്ര ലളിതമാണെങ്കിലും എളിയതാണെങ്കിലും ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കേണ്ടത്? കർത്താവേ, നീയാണ് ഉദ്ദേശിക്കേണ്ടത്. നാനാവിധ രോഗികളെ കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷൻ വന്നു പോയവർ, മനസ്സിടിഞ്ഞവർ, ഇപ്പോൾ കാണുന്നത് പോലെ നെഞ്ചിൻ്റെ ഉള്ളിൽ മുഴയുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടലിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ് അടിവയറ്റിലെ വേദനകളും മുഴുവൻ എല്ലാത്തരം അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, എന്തോ കെട്ടിയിരിക്കണ പോലെ തോന്നുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ജോലി അന്വേഷിച്ച് പോകുന്നവരെ
കർത്താവ് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, ഓപ്പറേഷൻ 2.5 മണിക്കൂർ ഉണ്ടാകുമെന്ന് കേട്ടപ്പോഴൊരു പ്രയാസം നേടുന്നവരെ, അതിനെക്കുറിച്ച് ഭയങ്ങൾ തോന്നുന്നവരെ, എല്ലാ ഓപ്പറേഷനുകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ് പ്രസവത്തിലെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, സിസേറിയൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നവർ, അങ്ങനെ ഓരോരോ വിഷയത്തിൽ പ്രസവ സംബന്ധമായ വിഷയങ്ങളിൽ വിഷമിക്കുന്നവരും വേദനിക്കുകയും വീർമുട്ടുകയും ചെയ്യുന്നവരുടെ എല്ലാ ഭാരങ്ങളും മാറി മാതാവ് പ്രസവത്തിൻ്റെ ഓപ്പറേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയം നിൻ്റെ കൂടെ കൈ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ നിന്നെ ഏൽപ്പിക്കുന്ന പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വര എന്നേക്കും ആമേൻ. മക്കളെ, നമ്മളെ ഇന്നലെ കണ്ടത് ഒരു ബാങ്ക്രപ്സി എന്ന് പറയുന്നത് എന്താ? പാപ്പർ പാസ്. ചില ആൾക്കാർ പാപ്പർ പാസ് എന്ന് പറയത്തില്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലോൺ എടുത്ത് ജപ്തിയായി, നമുക്ക് അടക്കാൻ നിവൃത്തിയില്ല, നമ്മൾ ജയിലിൽ കേസ് കൊടുത്തവൻ ജയിച്ച് നമ്മൾ ജയിലിൽ പോന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് പാപ്പർ പാസ് എന്ന് പറയുന്നത്. വെച്ചാൽ നമ്മൾ ബാങ്ക്രപ്സാണ്, നമ്മുടെ 5 പൈസയില്ല. അപ്പോൾ ചില സത്യമായിട്ട് അങ്ങനെ വരും. അപ്പോൾ ഇതുപോലെ ആത്മീയമായിട്ട് നമ്മൾ പാപ്പർ പാസ്സാവും, നമ്മുടെ ഒന്നുമില്ല, നമുക്ക് സ്വർഗസ്ഥാന പിതാവ് ചെല്ലാനുള്ള ആവത് പോലും ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെ പള്ളിയിൽ പോകാൻ തോന്നത്തില്ല എന്നൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. ആ പാടെ ഒരു ബാങ്ക്രപ്സി, ഒരു വരണ്ട വാക്കുമായി പോകും. ഇപ്പോൾ എല്ലാം നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ റിസോഴ്സ് തീർന്നു പോകുന്ന അവസ്ഥ. അങ്ങനെ ഒരു സംഭവം വന്ന് നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റണില്ല, പക്ഷെ പ്രാർത്ഥിക്കാനൊട്ട് തോന്നുകയില്ല, അതിനുള്ള വിശ്വാസമില്ല, ഒരു തരം ശൂന്യമായ ഒരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? അതിനിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്നലെ ഞാനൊന്ന് പറഞ്ഞായിരുന്നു, എന്താണ് ചെയ്യണമെല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ചെയ്യണമെന്ന് ഇന്നലെ പറഞ്ഞായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, അതായത് ഇപ്പോഴേ പൗലോസ് അപ്പോസ്തലനൊക്കെ പറഞ്ഞില്ലേ, കുറേ എന്തെങ്കിലും ഇപ്പം നിങ്ങൾ ബാങ്ക്രപ്സി ആയി പോയെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ആത്മീയമായ ഒരു കൃപയും ഇല്ല, സീറോ ഗ്രേസ് ആണെന്ന് വിചാരിച്ചോ, അപ്പം എന്ത് ചെയ്യാമെന്നറിയാമോ? കുറച്ച് അനീതികളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് ആൾക്കാർ നമ്മളോട് ഇപ്പോൾ അനീതികളൊക്കെ ചെയ്യത്തില്ലേ? ഇപ്പം എന്നോട് കുറേ ആൾക്കാർ അനീതി ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ ചിലപ്പോൾ എല്ലാം നല്ലോണം പറഞ്ഞിരിക്കും, ചില ആൾക്കാർക്ക് അത് മോശമായിട്ട് വരുമല്ലോ. അപ്പോൾ ഏതായാലും നമ്മൾക്കെതിരെ ഈ സമൂഹത്തിൽ നമ്മൾ അനീതികൾ ചെയ്യും. അനീതികൾ പലതരത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് മറ്റുള്ളവർക്ക് അനീതി വരുമല്ല, മറ്റുള്ളവർ ചെയ്യണ അനീതി നമുക്കെതിരെ അനീതി ചെയ്യുന്നവരില്ലേ നമുക്കെതിരെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് എനിക്ക് 40 വയസ്സായിച്ചായി, ഇനി എംപ്ലോയ്മെൻറ്റിൽ നിന്ന് എനിക്ക് കാർഡ് വരുവാന്നറിയത്തില്ല. അപ്പോൾ ആ കാർഡ് നോക്കിയപ്പോൾ എംപ്ലോയ്മെൻറ്റ് കാർഡ് കറുത്ത കാർഡ്, എംപ്ലോയ്മെൻറ്റ് കാർഡ് വെളുത്ത കാർഡായിരുന്നു. ഇത് ഇരുന്നിരുന്ന് ജോലി കിട്ടാതെ എപ്പോഴും പുതുക്കി ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വരുന്ന് വിളിക്കും. അങ്ങനെ അപ്പം അവർ പറഞ്ഞു അവർക്ക് ജോലി വേണം. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വിളിക്കത്തില്ലല്ലേ അവർ. അപ്പോൾ ആ ഒരു കണ്ടീഷനിലായി അവർ. അപ്പം ഇതുപോലെ പക്ഷേ ജോലിക്കുള്ള മെമ്മോ നമുക്ക് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് വന്നെന്ന് വിചാരിക്കുമ്പോൾ പണ്ട് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടായി, തൊഴിലില്ലാവേദന ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഇതുപോലെ നമുക്ക് ഇപ്പോൾ വേതനത്തിന് വേണ്ടി കാർഡൊക്കെ വരും. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് അന്വേഷണം വരുമല്ലോ ആദ്യം. അപ്പോൾ ആൾക്കാർ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ വന്ന് അന്വേഷിച്ചും പോവും, ഇന്ന ആളിനെ തൊഴിലില്ലാവേദന അനുഭവിച്ചിട്ടുണ്ട് അയാൾക്ക്. അപ്പോൾ ചില കഥാപാത്രങ്ങളുണ്ടാവില്ല എല്ലാ നാട്ടിലും. അവർ പറയുമേ, അവരെവിടെ അമേരിക്കയില, ബാംഗ്ലൂർ, അവരവിടെ എന്ത് ജോലിയാണല്ല, ഒരു ജോലിയില്ലേ, വീട്ടിൽ നിൽക്കാൻ പറ്റാതെ വേറെ എവിടെ പോയി നിൽക്കായിരിക്കും. പക്ഷെ എന്നാലും ആൾക്കാർ നമ്മളിങ്ങനെ സഹായിക്കും. അതുകൊണ്ട് അവരുടെ ജോലി ഉണ്ടല്ലേ, എന്താണെന്ന് അത് ക്യാൻസൽ ചെയ്യും, സഹായം ക്യാൻസൽ ചെയ്യും. അപ്പോൾ അയൽവാസികൾ ചെയ്യണ സഹായങ്ങളാണ്. ഇതുപോലെ അനീതികൾ ചിലപ്പോൾ ഒരു കല്യാണക്കാര്യം വരുമ്പോൾ അന്വേഷിക്കണത് ഇതുപോലെ റോഡേ വന്നിട്ട് നമ്മൾ ആൾക്കാർ അന്വേഷിക്കുമല്ലോ, ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു കല്യാണം, ഇവിടുന്ന് ഇന്ന വീട്ടിൽ നിന്ന് കല്യാണം എടുക്കുന്നു, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളവിടെ അന്വേഷിക്കാൻ വന്നാണെന്നൊക്കെ പറയുമ്പോൾ കേൾക്കണം പറയും, അതൊക്കെ ശരിയാണ്, ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെ വേണം കേൾക്കാൻ ചെയ്യാനെന്ന്. വേറെ ഒന്നും ആരും പറയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാലേ
പെണ്ണിന് അല്ലെങ്കിൽ ചെറുക്കൻ എന്താ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് അന്വേഷിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനെന്ന്. അവർ വല്ലതും ചെയ്ത, അവർ തെറ്റൊന്നും ചെയ്തില്ല, അവർ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, അന്വേഷിക്കണമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടർ മീനിങ് എന്താ? ആ വീട്ടുകാർ ആ പയ്യൻ കല്യാണം കഴിക്കാൻ പറ്റാത്ത ആളാണെന്നാണ്. അനീതി ഇങ്ങനെ കുറേ പേര് നമ്മളോട് ചെയ്യും, ഓരോരുത്തരത്തിൽ. ഈ അനീതി ഇപ്പോൾ ചില ആൾക്കാർ, ചില കടക്കാർ വന്ന് എന്നോട് പറയും, എൻ്റെ അച്ഛ കാശ് കിട്ടുമ്പോൾ കാശില്ലാത്തപ്പോൾ ഓടി എൻ്റെ അടുത്ത് വരും, 1/2 കിലോ അരി, ശർക്കര, തേയില, ഗോതമ്പെന്നൊക്കെ പറഞ്ഞ്, പയറെന്നൊക്കെ പറഞ്ഞ് വരും. കാശ് കിട്ടുമ്പോൾ എൻ്റെ മുമ്പിലൂടെ വേറെ കടയിൽ പോകുമെന്ന് പറയും. ഇതൊക്കെ ആൾക്കാർ ചെയ്യണതാണ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് സങ്കടം തോന്നും. നമ്മുടെ കടയിൽ അവർക്ക് പട്ടിണി വന്നപ്പോൾ നമ്മളാണ് സഹായിച്ചത്. പക്ഷേ 10 പൈസ കിട്ടിയപ്പോൾ അവർ നമ്മുടെ കടയിൽ പോയി 2 അപ്പുറത്തെ കടയിൽ പോകും, അല്ലെങ്കിൽ ടൗണിൽ പോയി മേടിക്കും. അപ്പം നിറവില്ലാത്തവരുണ്ടാകും കുറേ പേര്. നമ്മുടെ ആധ്യാത്മികം വളരാത്തതിൻ്റെ കാരണം ഈ സൂക്ഷ്മജീവികളാണ്. നിറവില്ലായ്മയുടെ സൂക്ഷ്മജീവികൾ എല്ലാവരുടെ ജീവിതത്തിലൊക്കെ കുറേശ്ശെ ഉണ്ട്. അപ്പോൾ ഇത് വരുമ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന അനീതികളുണ്ട്. അപ്പോൾ ഈ അനീതി എന്ന് പറയുമ്പോൾ എൻ്റെ ഇടയ്ക്കാണ് അനീതി കിട്ടുകയാണെങ്കിൽ ഞാൻ അതുകൊണ്ട് നല്ല അടിപൊളി നല്ല 24 കാരറ്റിൻ്റെ തങ്കത്തിൻ്റെ കൃപയുണ്ടാക്കും. എന്താ കാര്യം എന്നറിയാമോ? അനീതി നമ്മൾ അനുഭവിച്ചാൽ, ഇപ്പോൾ ഈശോ ബൈബിളിൽ ചോദിക്കണില്ലേ, 1 കോറിന്ത്യർ 6:7 കഴിഞ്ഞ ദിവസം കണ്ടതാണ്, എന്നാൽ ഇപ്പോൾ ഒരു വേറെ അർത്ഥത്തിൽ കാണാം നമുക്ക്. 1 കോറിന്ത്യർ 6:7 നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? ബൈബിൾ ചോദിക്കണേ, എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? വഞ്ചന സഹിച്ചുകൂടാ. അപ്പം അപ്പം നമ്മളോർക്കും, എന്തിനാണ് ഈ വഞ്ചന സഹിക്കണത്? എന്തിനാണ് ഇങ്ങനെ ദ്രോഹം ക്ഷമിക്കണത്? ഇത് എന്ത് പുസ്തകവിധെന്നൊക്കെ ചോദിക്കും. ചില ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നത് ബൈബിളിലാണ്. കാര്യം എന്താ വെച്ചാൽ യഹൂദന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ വേറെയും കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് എന്നാണ് അവർ പഠിച്ചു വച്ചിരിക്കുന്നത് അവരുടെ പഴയകാല ജീവിത അനുഭവങ്ങളിൽ നിന്ന്. കർത്താവ് അതെല്ലാം തിരുത്തുകയാണ്, മൊത്തം തിരുത്തുകയാണ്. എന്തിനാണ് തിരുത്തണമെന്ന് നിങ്ങൾക്കറിയാവോ? എന്തുകൊണ്ട് അനീതി നിങ്ങൾക്ക് സഹിക്കാൻ പാടില്ല, എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിക്കാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ കാരണം, ഈ ദ്രോഹം ക്ഷമിച്ചാൽ എന്ത് കിട്ടും, അനീതി സഹിച്ചാൽ എന്ത് കിട്ടും അതറിയണമെങ്കിൽ നിങ്ങൾ മത്തായി 5:11-12 വായിക്കണം. എന്നെ പ്രതി അതേ കിടക്കണം. എന്തുകൊണ്ട് അനീതി സഹിക്കാൻ പാടില്ല, അനീതി ക്ഷമിക്കാൻ പാടില്ല, ദ്രോഹം സഹിക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ എന്തിന് സഹിക്കണം, എന്തിന് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ഈശോ പറയും എന്നെ പ്രതി എന്ന് പറയും. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വേണ്ട, മനുഷ്യർ നിങ്ങളെ പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ട് അനീതി സഹിക്കാൻ പാടെന്ന് വെച്ച് കഴിഞ്ഞാലേ, അതായത് നമ്മൾ ഭാഗ്യവാന്മാരാകാൻ വേണ്ടിയാണ് ദൈവതിരുസന്നിധിയിൽ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അപ്പോൾ പ്രതിഫലത്തിന് തന്നെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഈശോ പ്രതിഫലം എന്ന് പറഞ്ഞിട്ട് പറയും, വലിയ പ്രതിഫലത്തെക്കുറിച്ചാണ് പറയണത്, വലിയ പ്രതിഫലം. ഇപ്പം ഈ ഈശോ ഇങ്ങനെ ഭയങ്കര മാത്തമാറ്റിക്കൽ പ്രിസിഷനോടുകൂടിയാണ് ഇതെല്ലാം സംസാരിക്കുന്നത്. കാര്യം വലിയ പ്രതിഫലമുണ്ട്, ചെറിയ പ്രതിഫലമുണ്ട്. ഇപ്പം അനീതി എന്ന് പറയുമ്പോൾ, എന്തുകൊണ്ട് അനീതി സഹിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ ക്രിസ്തു നാമത്തിൽ സഹിക്കണത്. അപ്പോൾ നമുക്കൊന്നും കിട്ടത്തില്ലല്ലോ, അപമാനമല്ലേ കിട്ടത്തുള്ളൂ. അത് ക്രിസ്തു നാമത്തിലാക്കി അക്കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ വലിയ പ്രതിഫലത്തിലേക്കാണ് പോണത്, പ്രത്യാശയോടെ. ഞാൻ എന്താ നമ്മുടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാമോ? എന്താ സബ്ജക്റ്റ്? ഒരു ബാങ്ക്രപ്സി വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ചോദിക്കണത് നിങ്ങളോട്. വിശ്വാസ തകർച്ച വന്നാൽ, പ്രാർത്ഥനാ തകർച്ച വന്നാൽ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത രീതിയിൽ സീറോ ഓയിലായി പോയാൽ നമ്മൾ എന്ത് ചെയ്യും? സീറോ എനർജി ആയിപ്പോയി. അതായത് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ വിശ്വാസ മുന്നേറ്റം നടത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലുള്ള അനീതികൾ നമ്മളോട് ചെയ്തവരോട് നമ്മൾ അങ്ങോട്ട് ചെന്ന് ക്രിസ്തുനാമത്തിൽ
ഹൃദ്യമായി സംസാരിക്കുകയും അവരെ ആശീർവദിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും അവരെ സഹായിക്കുകയൊക്കെ ക്രിസ്തു ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാങ്ക്രപ്സി ആയിപ്പോയ വിശ്വാസം പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വളരെ ബുദ്ധിപരമായൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ബൈബിൾ നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.